അപ്പോൾ ഇന്ന് നമുക്ക് വരക്കാനുള്ളത് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ 3 സൈഡുള്ള ഒരു പോളിഗൺ ആണ്. അപ്പോൾ അതെങ്ങനെ വരക്കാൻ നോക്കാം. അതുതന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഒരു എ ബി സി എന്നൊരു ട്രയാങ്കിൾ വരക്കണം. അതിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. എ ബി 15 സെന്റിമീറ്റർ, ബി സി 7 സെന്റിമീറ്ററും എ സി 9 സെന്റിമീറ്റർ. അപ്പോൾ അത് വരയ്ക്കാൻ നമ്മൾ ആദ്യം തന്നെ ഒരു പെൻസിൽ എടുക്കാം. പിന്നെ എ ബി എന്ന സൈഡാണ് നമ്മൾ ആദ്യം വരക്കുന്നത്. എ ബി 15 സെന്റിമീറ്റർ എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കെയിലിൽ 15 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരക്കുക. അതിനുശേഷം നമ്മൾ കോമ്പസ് എടുക്കാം. കോമ്പസ് എടുത്തിട്ട് നെക്സ്റ്റ് സൈഡ് ബി സി അല്ലെങ്കിൽ എ സി ഇത് വേണമെങ്കിൽ നമുക്ക് വരക്കാം. ഞാൻ ആദ്യം തന്നെ വരക്കാൻ പോകുന്നത് എ സി ആണ്. അപ്പോൾ എ സിന്റെ ഡയമെൻഷൻ 9 സെന്റിമീറ്റർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമ്പസിൽ 9 സെന്റിമീറ്റർ എടുക്കാം. അതിനുശേഷം നമ്മുടെ നേരത്തെ വരച്ച ലൈനിന്റെ ഒരറ്റത്ത് എ എന്ന പോയിന്റ് നമ്മൾ ഇടത്തെ അറ്റവും ബി എന്ന പോയിന്റ് വലത്തെ അറ്റമാണെന്ന് വിചാരിക്കാം. അപ്പോൾ എ എന്ന പോയിന്റിൽ നമ്മൾ കോമ്പസ് വെക്കുന്നു. എന്നിട്ട് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്യാം മേലോട്ടേക്ക്. ട്രയാങ്കിൾ മേലോട്ടേക്കാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ, താഴോട്ടാണ് ട്രയാങ്കിൾ എങ്കിൽ താഴോട്ടേക്ക് ആർക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 9 സെന്റിമീറ്ററിന്റെ ആർക്ക് കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡ് ബി സി വരക്കാനുണ്ട്. അപ്പം ബി സിന്റെ ഡയമെൻഷൻ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 7 സെന്റിമീറ്റർ ആണ്. അപ്പം നമ്മൾ വീണ്ടും സ്കെയിലിൽ കോമ്പസിൽ 7 സെന്റിമീറ്റർ എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ്, നേരത്തെ വരച്ച സൈഡല്ല അപ്പുറത്തെ സൈഡ് ആണല്ലോ ബി എന്നുള്ള പോയിന്റ്, ആ പോയിന്റിൽ കോമ്പസ് വെച്ചതിന് ശേഷം ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് പെൻസിൽ നമ്മൾ ആദ്യത്തെ പോയിന്റിൽ എ എന്ന പോയിന്റിൽ പെൻസിൽ വെക്കുന്നു. അതേ പോയിന്റിൽ തന്നെ സ്കെയിലും വെക്കാം. പിന്നെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് നേരത്തെ 2 ആർക്കുകൾ കട്ട് ചെയ്ത് നമുക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലോ, ആ പോയിന്റും ഈ ലൈനിന്റെ അറ്റവും കൂടി ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരക്കാം. ഇനി അപ്പുറത്തെ സൈഡും കൂടി നമുക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. സെയിം പോയിന്റ് തന്നെ നേരത്തെ ആ പോയിന്റും പിന്നെ ആദ്യം വരച്ച ലൈനിന്റെ അറ്റവും ജോയിൻ ചെയ്യുന്ന രീതിയിൽ സ്കെയിൽ വെക്കുക, ഒരു ലൈൻ വരക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിളിന്റെ വരക്കൽ കഴിഞ്ഞു. ഇനി ഇതിന് പേര് കൊടുക്കണം. എ ബി സി എന്നാണ് ട്രയാങ്കിളിന്റെ പേര്. അപ്പൊ നമുക്ക് എ ബി സിയും പിന്നെ ഇതിന്റെ ഓരോ സൈഡിന്റെയും ഡയമെൻഷൻ ചെയ്യുന്ന അതേ മെത്തേഡിൽ ഡയമെൻഷൻ ചെയ്ത് വെക്കുക. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിൾ എ ബി സി കംപ്ലീറ്റ് ആയിട്ടുണ്ട്.